നമസ്കാരം, എല്ലാവർക്കും രശ്മി സരി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്സ് പുട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഓട്സ് നമുക്ക് 3 തരത്തിൽ വാങ്ങാൻ കിട്ടും. ഇൻസ്റ്റന്റ് ഓട്സും, റോൾഡ് ഓട്സും, പിന്നെ സ്റ്റീൽ കട്ട് ഓട്സും. ഇതിൽ സ്റ്റീൽ കട്ട് ഓട്സിലാണ് ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ളത്. പിന്നെ ഫൈബർ കൂടുതലുള്ളത് റോൾഡ് ഓട്സിലാണ്. ഒട്ടും തന്നെ ഫൈബർ ഇല്ലാത്തത് ഇൻസ്റ്റന്റ് ഓട്സിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് റോൾഡ് ഓട്സ് ആണ്. ഇതിലേക്ക് പുട്ടിന് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാണ്. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നനച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്സ് എടുത്തിരിക്കുന്ന അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് ഓട്സ് ഒന്ന് നനച്ചെടുക്കാം. ഈ ഓട്സ് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. വറക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുട്ടുണ്ടാക്കിയെടുക്കാം. ഇനി അത് ഇഷ്ടമല്ലെങ്കിൽ മാത്രം വറുത്തെടുത്താൽ മതി. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ ഓട്സ് മുഴുവൻ നനച്ചെടുത്തിട്ടുണ്ട്. നനഞ്ഞിരിക്കുന്നത് പാകാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പുട്ടിയിടുമ്പോൾ പൊടി നനഞ്ഞത് പാകാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി നോക്കില്ലേ, അതേപോലെ തന്നെ നനച്ചു വെച്ചിരിക്കുന്ന ഈ ഓട്സ് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതേപോലെ പൊട്ടിപ്പോകാതെ നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നനച്ചു വെച്ചിരിക്കുന്നത് പാകമാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് കുതിർന്ന് പദം വരുന്നതിന് വേണ്ടിയിട്ടൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓട്സ് ഒക്കെ നല്ലോണം മയം വന്നിരിക്കുന്നുണ്ട്. ഇനി ഇത് മിക്സിന്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഓട്സ് നനച്ചിട്ട് പൊടിച്ചെടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് പൊടിച്ചതിന് ശേഷം വേണമെങ്കിൽ നനച്ചിട്ടും പുട്ടുണ്ടാക്കിയെടുക്കാം. അതിനേക്കാൾ എളുപ്പം നമ്മൾ നനച്ചതിന് ശേഷം പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കുന്നതാണ്. മുഴുവനും ഒരുമിച്ച് പൊടിക്കേണ്ട, 2-3 പ്രാവശ്യമായിട്ട് മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിക്കാം. 3-4 തവണയൊന്ന് മിക്സിന്റെ ബട്ടൺ ഇടതുഭാഗത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് പൾസ് ചെയ്തെടുത്താൽ മതി. തേങ്ങ അരയ്ക്കുന്നത് പോലെ വലതുഭാഗത്തേക്ക് തിരിച്ചിട്ട് അരയ്ക്കരുത്, ഇടതുഭാഗത്തേക്ക് തന്നെ പൾസ് ചെയ്തെടുക്കണം. ഇപ്പൊ നമുക്ക് പുട്ടുപൊടിന്റെ ഒക്കെ പാകത്തിൽ തരിയോട് കൂടിയിട്ടുള്ള പൊടി കിട്ടും. ഇനി അഥവാ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് നനവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. നനവ് കൂടി പോകുകയാണെങ്കിൽ കുറച്ച് നനയ്ക്കാത്ത ഓട്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് ഞാൻ ഓട്സ് മുഴുവൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തിരികെ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓട്സ് നമ്മൾ ആദ്യം പൊടിച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ തേങ്ങ ചേർത്തിട്ട് പൊടിച്ചെടുത്താലും മതി. അങ്ങനെയാകുമ്പോൾ തേങ്ങേൻ്റെ നനവും കൂടി ആയിട്ട് പൊടി കൂടുതൽ കുഴഞ്ഞു പോകാതെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പുട്ടുകുറ്റിയിലേക്ക് ആദ്യം ഒരു പുട്ടുചില്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ പുട്ടുകുറ്റി നിറയുന്നത് വരെ തേങ്ങയും പൊടിയും ഇട്ട് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പുട്ടിന്റെ റെസിപ്പിയാണിത്. ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഷുഗർ ഉള്ളവരാണെങ്കിൽ ഈ ഓട്സിനേക്കാളും കുറച്ചും കൂടെ നല്ലത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. അല്ലാത്തവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു പുട്ട് കുറച്ചും കൂടെ ഹെൽത്തി ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് പുട്ടുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ പുട്ടുകുറ്റിയുടെ നിറച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ തേങ്ങ വരുന്ന രീതിയിൽ ഫില്ല് ചെയ്യുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പുട്ടുകടത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിന് മുകളിലേക്ക് പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. റോൾഡ് ഓട്സ് ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഒക്കെ വേണ്ടിവരും നന്നായിട്ട് വെന്ത് വരാൻ. അതുകൊണ്ട് ആവി വന്നതിന് ശേഷം നമുക്കൊരു 5-6 മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പുട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പുട്ടുകുറ്റിയിൽ നിന്ന് പുട്ട് പുറത്തേക്ക് തവീൻ്റെ എന്തെങ്കിലും പുറകുഭാഗം വെച്ചിട്ടൊന്ന് കുത്തിയെടുക്കാം. ഇപ്പോൾ നല്ല ആവി വറക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഓട്സ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പുട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാം. 2 കപ്പ് ഓട്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 കുറ്റി പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് ഒന്ന് ഓട്സ് പുട്ട് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ആയിട്ട് എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.